എൻ്റെ ഒരു ചെറിയ മൈൻഡ് ഇയാൾക്ക് കിട്ടിയത് മനസ്സിലാവണം. സന്തോഷമാണോ? സന്തോഷം. കടലില്ലാത്ത ജില്ലയാണ് പാലക്കാട്. പക്ഷെ കടലിന്റെ ആഴങ്ങൾ തൊട്ടറിഞ്ഞ ഒരു പാലക്കാടുകാരിയുണ്ട്. പട്ടാമ്പി പരുതൂർ സ്വദേശിനിയായ അതുല്യാണ് രാജ്യത്തെ തന്നെ കൊമേഴ്സ്യൽ ഡൈവിംഗ് ലൈസൻസ് ഉള്ള ആദ്യ വനിത. സ്കൂബ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ അതൊരു റിക്രിയേഷണൽ ഏരിയ ആണ്. അത് അവിടെ എന്ന് പറയുമ്പോൾ വിനോദം, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്കൊക്കെ ഒരു കടലിന്റെ അടി കാണണം എന്നുള്ളൊരു ഇതാണെങ്കിൽ നിങ്ങൾ ആദ്യം ബന്ധപ്പെടേണ്ടത് ഏതെങ്കിലും ഒരു സ്കൂബ ഡൈവിംഗ് സെന്ററിനെയാണ്. പക്ഷേ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്ന് പറയുന്നത് അത് എൻറ്റയർലി ഒരു ഇൻഡസ്ട്രിയൽ വർക്കാണ്. അവിടെ ഒരു റിക്രിയേഷണൽ ഇതൊന്നുമില്ല. നമ്മൾ എന്ത് മാൻ പവർ ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്, എല്ലാ വർക്കും നമ്മൾ തന്നെ അണ്ടർ വാട്ടറിൽ പോയി ചെയ്യണം. ഇതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ വുമൻസ് കോളേജിലാണ് പഠിച്ചതൊക്കെ. സോ പുരുഷന്മാർ വർക്ക് ചെയ്യുന്ന മേഖല, അതുപോലെ തന്നെ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന മേഖല എന്നുള്ള രീതിയിൽ എപ്പോഴും സ്ത്രീകൾ എപ്പോഴും സേഫ് ആയിട്ടുള്ള ജോബാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് മാറി ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു തോട്ട് ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഓക്കെ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പൊ തന്നെ മുപ്പര് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. സ്കൂബ ഡൈവിംഗ്, സ്കൈ ഡൈവിംഗ് എന്നായിരുന്നു. അപ്പൊ സ്കൈ ഡൈവിംഗ് അന്ന് നോക്കിയപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷെ സ്കൂബ ഡൈവിംഗ് ആ ഒരു നമുക്ക് എന്താ പറയാ ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. ഫാമിലി നല്ല സപ്പോർട്ടാണ്, അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ, സ്കൂബ ഡൈവിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവരിതുപോലെ തന്നെ ഒരു ഓക്കെ നീ അത് പഠിക്കണ്ട, നീ ഒരു പെൺകുട്ടിയല്ലേ, അതൊരു അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയൽ. ഒന്നാമത് നമുക്ക് പാലക്കാട്ടുകാർക്ക് കടലില്ല. അത് എന്ത് വർക്ക് അവള് പറയുന്നത് പോലും ഞാൻ ആദ്യം അവരെ ഒന്ന് കൺവീൻസ് ചെയ്യിക്കാൻ കുറെ ബുദ്ധിമുട്ടി. ചെറുപ്പത്തിൽ ഞാൻ ഇതുപോലെ വെള്ളത്തിൽ കളിച്ച ആളെന്നെ. അന്നത്തെ ഹോബി കിണറ്റിൽ പോയി ചാട്. ഈ പ്രായത്തിലൊക്കെ കിണറിന്റെ അടി പോയി തൊട്ടണം, എന്നാലും തെളിവുള്ളൂ. അപ്പം അടി പോയി മണ്ണ് വാരി വരണം. കിണർ ഇങ്ങനെ ഓടിപ്പോയിട്ട് കൈ ഇങ്ങനെ പിടിച്ച് അവിടെ പോയി. അങ്ങനത്തെ ഒരു പൈക്കുട്ടിയുടെ ഒരു എൻ്റെ ഒരു ചെറിയ മൈൻഡ് ഇയാൾക്ക് കിട്ടിയത് മനസ്സിലാവണം. സന്തോഷമാണോ? സന്തോഷം. സങ്കടം പല പേരില്